വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി എന്ന എക്സാമിനെ ബേസ് ചെയ്ത് സിലബസ് ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫാണ്. അതിൽ ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫുഡ് ഇൻഡസ്ട്രിയിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയാനുള്ളത് ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ്. ഡേ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും സിലബസിൽ കൊടുത്തിരിക്കുന്നത് യൂറിയ, NPK, സൂപ്പർ ഫോസ്ഫേറ്റ്, പെസ്റ്റിസൈഡ് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. യൂറിയ ഈസ് ഡാഷ്. ഓപ്ഷൻസ്: എ നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്, എ നൈട്രജൻ കണ്ടെയ്നിങ് ഇനോർഗാനിക് കോമ്പൗണ്ട്, എ പ്ലാന്റ് ഹോർമോൺ, എൻ എൻഡോഗോണിക് കോമ്പൗണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതാണ് യൂറിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ യൂറിയനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. എന്തൊക്കെയാണ്? യൂറിയ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. രണ്ടാമത്തെ കാര്യം, യൂറിയ എന്ന് പറയുമ്പോൾ അതിൽ 2 NH2 ഗ്രൂപ്പ് വരുന്നുണ്ട്. NH2 ഗ്രൂപ്പ് 2 എണ്ണം വരുന്നുണ്ട്. അതൊരു CO ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? പിന്നെ വരുന്നത് ഈ യൂറിയനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാർബമൈഡ്. കാർബമൈഡ് എന്ന പേരിലും യൂറിയ അറിയപ്പെടും കേട്ടോ. കാർബമൈഡ്, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ യൂറിയനെ കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ പ്രത്യേകത, ഇത് വാട്ടറിൽ ഡിസോൾവ്ഡ് ആണ്. ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ദെൻ ഇത് ആൽക്കലൈൻ അല്ല, അസിഡിക് അല്ല, അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടീസും ഇല്ല. ഇത് വാട്ടറിൽ ഡിസോൾവ്ഡ് ആണ്. നൈദർ അസിഡിക് നോർ ആൽക്കൈൻ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ഹൈലി സോലബിൾ ഇൻ വാട്ടർ ആൻഡ് നോൺ ടോക്സിക്. എന്തൊക്കെ പറഞ്ഞു? യൂറിയ എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ദെൻ ഹൈലി സോലബിൾ ഇൻ വാട്ടർ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? നോൺ ടോക്സിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ യൂറിയയുടെ മറ്റൊരു പേരാണ് കാർബമൈഡ് എന്ന്. 2 NH2 ഗ്രൂപ്പ് ഒരു കാർബണൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. ഇത് ആൽക്കലൈനോ അസിഡിക്കോ അല്ല. ദെൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, അതായത് കളറില്ല, മണമില്ല, ഹൈലി സോലബിൾ ഇൻ വാട്ടർ, നോൺ ടോക്സിക്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് യൂറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The chemical formula of urea is dash. യൂറിയയുടെ കെമിക്കൽ ഫോർമുല എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. 2 NH2 ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അത് ആരുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? CO-യുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. NH4 2 ടൈംസ് CO2, NH2 CO, NH4 2 ടൈംസ് CO, NH2 CO, NH2. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് NH2 CO, NH2 ആണ്. നമ്മൾ തമാശയ്ക്ക് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ പറയുന്ന പേരാണ്, ഓർത്ത് വയ്ക്കാനായിട്ട്. എന്നെ ചുട്ടു CO, എന്നെ ചുട്ടു. അപ്പോൾ ഒരിക്കലും യൂറിയ മറക്കില്ല. എന്നെ ചുട്ടു CO, എന്നെ ചുട്ടു. ഇങ്ങനെയാണ് ഞങ്ങൾ യൂറിയനെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും യൂറിയയുടെ ഒരു കെമിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ മറക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, എന്നെ ചുട്ടു CO, എന്നെ ചുട്ടു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂറിയ, എ കോമൺലി used nitrogen based fertilizer, is prepared by the reaction between ammonia and dash. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ യൂറിയയുടെ പ്രത്യേകത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ലിക്വിഡ് അമോണിയ, നമ്മുടെ ലിക്വിഡ് അമോണിയയും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് യൂറിയ പ്രിപ്പയർ ചെയ്യുന്നത്. ലിക്വിഡ് അമോണിയ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് NH2 ഗ്രൂപ്പ് കിട്ടും, കാർബൺ ഡയോക്സൈഡിൽ നിന്ന് CO ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ ലിക്വിഡ് അമോണിയയും ലിക്വിഡ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് യൂറിയ കിട്ടുന്നത്. NH2 CO NH2 എന്നാണ് അതിൻ്റെ ഫോർമുല. കാർബമൈഡ് എന്ന പേരിൽ നമ്മൾ പറയും. പിന്നെ ഒരുപാട് യൂസസ് ഉണ്ട് യൂറിയയ്ക്ക്. ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യും, അതുപോലെ എക്സ്പ്ലോസീവ് പ്രോഡക്റ്റിലൊക്കെ സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യും, അതുപോലെ ഹൈ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് റിയേജൻ്റ് ആണ് ലാന്തനൈഡ്സിൻ്റെ ഒക്കെ കേസിൽ. ക്രീംസ്, ഓയിൻമെൻറ്റ്സ് അതിലൊക്കെ യൂസ് ചെയ്യും. ഹെയർ റിമൂവൽ ക്രീമുകളിൽ യൂസ് ചെയ്യും. ബ്രൗണിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെലാമിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്.
സ്റ്റൊമക്കിൽ ബാക്ടീരിയനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനുള്ള സാധനമാണ് നമ്മുടെ യൂറിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ഫെർട്ടിലൈസറായിട്ട്, അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ, ഫെർട്ടിലൈസറായിട്ട്, സ്റ്റെബിലൈസറായിട്ട്, എക്സ്പ്ലോസീവ് മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ്ങിന്, റിയേജൻ്റായിട്ട് യൂസ് ചെയ്യും, ക്രീംസിൽ, ഓയിൻമെൻറ്റ്സിൽ, ഹെയർ റിമൂവൽ ക്രീമിൽ, ബ്രൗണിങ് ഏജൻ്റായിട്ട്, ദെൻ മാനുഫാക്ചർ ഓഫ് മെലാമിൻ, പിന്നെ ഡിറ്റക്റ്റ് ദ ബാക്ടീരിയ ഇൻ ദ സ്റ്റൊമക്ക്. അങ്ങനെ ഒത്തിരി യൂസുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യൂറിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. NPK ഈസ് എ ഡാഷ്. സാനിറ്റൈസർ യൂസ്ഡ് ടു ക്ലീൻ ഡസ്റ്റി ലീവ്സ്, ഫെർട്ടിലൈസർ യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ, ബ്രാൻഡ് ഓഫ് സ്പ്രിംഗ്ലർ ഫോർ ഇറിഗേഷൻ, മെഡിസിൻ യൂസ്ഡ് ടു കൺട്രോൾ പെസ്റ്റ്. NPK അല്ലേ? NPK സിലബസിനകത്ത് വളരെ ഭംഗിയായി കിടക്കുന്നതാണ്. ഈ NPയുടെ ഫുൾ ഫോം ആണ് ആദ്യം അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജനെയാണ് N എന്ന് പറയും. എന്ന് പറയുന്നത് ഇതായിരിക്കും, ഫോസ്ഫറസ് ആണ് കേട്ടോ, ഫോസ്ഫറസ്. ദെൻ K ആണ് പൊട്ടാസ്യം. ഇതിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ NPK എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ആണ്. NPK സ്റ്റാൻഡ്സ് ഫോർ നൈട്രജൻ, P ഫോർ ഫോസ്ഫറസ്, K ഫോർ പൊട്ടാസ്യം. ഓക്കെ, എല്ലാ പ്ലാന്റ്സിനും ആവശ്യമായിട്ടുള്ളതാണ് ഈ 3 ആൾക്കാർ എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നൈട്രജൻ എന്ന് പറയുന്നത് ലീവ്സിൻ്റെ ഒക്കെ ഗ്രോത്തിനാണ് മെയിനായിട്ട് പറയുന്നത്. നൈട്രജൻ, ഗ്രോത്ത് ഓഫ് ലീവ്സ്. ഓക്കെ, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ റൂട്ടിൻ്റെ ഗ്രോത്തിനാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ പ്രത്യേകത ഒരു പ്ലാന്റിൻ്റെ ഓവറോൾ ഫങ്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. പ്ലാന്റിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ പ്ലാന്റിൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം 3 ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാന്റ് ഗ്രോത്തിൻ്റെ കേസിൽ. നൈട്രജൻ ലീവ്സിനാണെങ്കിൽ, ഫോസ്ഫറസ് റൂട്ടിനാണ്, ദെൻ പൊട്ടാസ്യം ഓവറോൾ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ ഈ NPKയുടെ മെയിൻ ഫങ്ഷൻ എന്താ? ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, ഇറ്റ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അതാണ് മെയിനായിട്ട് നമ്മുടെ NPKയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is known as complete fertilizer? Options: nitrogenous fertilizer, potash fertilizer, NPK fertilizer, NP fertilizer. വളരെ ഈസി ആയിട്ട് പറയാം. ഏതാണ്? NPK എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ. ഇനി ഫെർട്ടിലൈസറിൽ തന്നെ കുറേ ടൈപ്പ് പറയുന്നുണ്ട് കേട്ടോ. മിക്സഡ് ഫെർട്ടിലൈസർ ഉണ്ട്, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇത്രയും ഓർത്ത് വയ്ക്കുക, കംപ്ലീറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്ഷനിൽ NPK ആണ് വരുന്നത്. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ഈസ്. ഓപ്ഷൻസ്: എ മിക്സ്ചർ ഓഫ് കാൽസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് ജിപ്സം, കാൽസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, ജിപ്സം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ മിക്സ്ചർ ഓഫ് കാൽഷ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് ജിപ്സം എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി എന്താണ് ഈ ജിപ്സം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ കെമിക്കൽ നെയിം നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്താണ്? കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. കാൽഷ്യം സൾഫേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ സൂപ്പർ ഫോസ്ഫേറ്റ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്താ സൂപ്പർ ഫോസ്ഫേറ്റിൻ്റെ പ്രത്യേകത? ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. നമ്മുടെ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 1840-ലാണ്. അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ബോൺ മീറ്റ് അതുപോലെ തന്നെ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO4. ഇത് രണ്ടും ചേർത്താണ് പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്നതെങ്കിലും പിന്നീട് ബോൺ മീറ്റിന് പകരം റോക്ക് ഫോസ്ഫേറ്റിൻ്റെ ഓറാണ് യൂസ് ചെയ്തിരുന്നത്. റോക്ക് ഫോസ്ഫേറ്റിൻ്റെ ഓറ് അതും സൾഫ്യൂരിക് ആസിഡും കൂടിയിട്ടാണ് പിന്നീട് നമ്മൾ സൂപ്പർ ഫോസ്ഫേറ്റ് ഉണ്ടാക്കിയിരുന്നത്.
ക്ലിയർ ആയോ? പിന്നെ ഇതൊരു നല്ല ഫെർട്ടിലൈസർ ആണ്. അതിന് കാരണം വാട്ടറിൽ സോലുബിൾ ആണ്, സോലുബിൾ ഇൻ വാട്ടർ. സോ ഇറ്റ് ഈസ് എ ഗുഡ് ഫെർട്ടിലൈസർ എന്ന് പറയാം. പിന്നെ ഇത് കെമിക്കൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഫാമുകളിലായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല. ഒരു കെമിക്കലല്ലേ, സൾഫ്യൂരിക് ആസിഡൊക്കെ ചേർത്തുണ്ടല്ലോ. അപ്പം ഓർഗാനിക് ഫാമുകളിൽ, സാധാരണ ഫാമിലൊക്കെ യൂസ് ചെയ്യുമെങ്കിലും ഓർഗാനിക് ഫാമുകളിൽ ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആണ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. സോ ഓർഗാനിക് ഫാമുകളിൽ യൂസ് ചെയ്യാറില്ല. 1840 ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ബോൺ മീറ്റും സൾഫ്യൂരിക് ആസിഡും വെച്ചായിരുന്നു. പിന്നീട് റോക്ക് ഫോസ്ഫേറ്റും സൾഫ്യൂരിക് ആസിഡും ആണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. വാട്ടറിൽ സോലബിൾ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. ഇതിനുവേണ്ടി യൂസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ബോൺ മീറ്റും സൾഫ്യൂരിക് ആസിഡും. പിന്നെ ജിപ്സത്തിൻ്റെ കാര്യം പറഞ്ഞു. ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ സൂപ്പർ ഫോസ്ഫേറ്റ് ഓഫ് ലൈം വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ഈസ് ഓപ്ഷൻ എ മിക്സ്ചർ ഓഫ് കാൽഷ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് ജിപ്സം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പെർസെൻറ്റ് സൾഫർ ഇൻ ഓർഡിനറി സൂപ്പർ ഫോസ്ഫേറ്റ് ഈസ് ഡാഷ്. ഓപ്ഷൻസ് എന്താ വന്നിരിക്കുന്നത്? 24, 12, 18, 21. നമുക്ക് ഈസി ആയിട്ട് പറയാം. എന്താണ് ആൻസർ വരുന്നത്? 12 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 12. ഓർഡിനറി സൂപ്പർ ഫോസ്ഫേറ്റ്. അതിന് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഓർഡിനറി സൂപ്പർ ഫോസ്ഫേറ്റിനകത്ത് സൾഫറിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 12% ആണ്. കാൽസ്യം ആണെങ്കിൽ 20% ആണ് കേട്ടോ. സൾഫർ ആണെങ്കിൽ 12% ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഓർഡിനറി സൂപ്പർ ഫോസ്ഫേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെൻസ് സൂപ്പർ ഫോസ്ഫേറ്റ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ പെസ്റ്റിസൈഡ് ഓർ ഫ്യൂമിഗൻ ഫോർ സെറൈൽസ് ആൻഡ് ആസ് ആൻ ഇഗ്നിറ്റിംഗ് ഏജന്റ് ഇൻ ഫ്ലയേഴ്സ്? എന്താ ക്വസ്റ്റ്യൻ? താഴെ പറയുന്നവയിൽ ഏതാണ് പെസ്റ്റിസൈഡായും ഫ്യൂമിഗൻ്റായും ഇഗ്നിറ്റിംഗ് ഏജന്റായും ധാന്യങ്ങളിൽ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എത്തനോയിക് ആസിഡ്, മെഗ്നീഷ്യം ബൈസൾഫേറ്റ്, അലുമിനിയം ഫോസ്ഫൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. കറക്റ്റ് ആൻസർ വരുന്നത് അലുമിനിയം ഫോസ്ഫൈഡ് ആണ് കേട്ടോ. അലുമിനിയം ഫോസ്ഫൈഡ് ആണ് മെയിനായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പെല്ലറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, പെല്ലറ്റ്സ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പെല്ലറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. അതുകൂടാതെ ഇത് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടോക്സിക് ആയിട്ടുള്ള ഫോസ്ഫിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോസ്ഫിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പെല്ലറ്റ്സ് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള ഫോസ്ഫിൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അലുമിനിയം ഫോസ്ഫൈഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് ആണ്. പെസ്റ്റിസൈഡായും ഫ്യൂമിഗൻ്റായും ഇഗ്നിറ്റിംഗ് ഏജൻ്റായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. Which of the following is not a pesticide? Options homicide, larvicide, herbicide, fungicide. ഇതിലേതാണ് പെസ്റ്റിസൈഡ് അല്ലാത്തത് എന്നാ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹോമിസൈഡ് ആണ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയണം ആക്ച്വലി അല്ലേ. ഈ പെസ്റ്റിസൈഡിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. എന്തിനാണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്? ദ കിൽ പെസ്റ്റ് അല്ലേ. പെസ്റ്റിനെ കില്ല് ചെയ്യാനായിട്ടാണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്, പെസ്റ്റിനെ കില്ല് ചെയ്യാൻ. പിന്നെ ഇതിൽ പല ടൈപ്പ് ഉണ്ട്. അതിനകത്ത് വരുന്നതാണ് ഇൻസെക്ടിസൈഡ്. ഇൻസെക്ടിസൈഡ്സ് വരുന്നുണ്ട്, റോഡൻറ്റിസൈഡ്സ് വരുന്നുണ്ട്, ഹെർബിസൈഡ്സ് വരുന്നുണ്ട്, ബാക്ടീരിയസൈഡ്സ് വരുന്നുണ്ട്, ഫംഗിസൈഡ്സ് വരുന്നുണ്ട്, ലാർവിസൈഡ്സും വരുന്നുണ്ട്. ഇതെല്ലാം പെസ്റ്റിസൈഡിൻ്റെ അകത്ത് വരുന്ന ആൾക്കാരാണ്. ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കിൽ ഇൻസെക്റ്റ്, കോക്രോച്ച് പോലെയുള്ള ഇൻസെക്റ്റിനൊക്കെ കൊല്ലാനായിട്ട്. റോഡൻറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ റാറ്റ്സിനെ മൈസിനൊക്കെ കൊല്ലാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹെർബിസൈഡ്സ് എന്താണ്? അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ കില്ല് ചെയ്യാനായിട്ടുള്ളതാണ്. ഫംഗിസൈഡ് എന്ന് പറയുന്നത് ഫംഗസിനെ അല്ലേ, ബാക്ടീരിയസൈഡ്സ് ആണ്. ബാക്ടീരിയസൈഡ്സ് എന്ന് പറഞ്ഞാൽ
കോസിങ് ബാക്ടീരിയ, പല അസുഖങ്ങൾ പരത്തുന്ന ബാക്ടീരിയസിനെ കില്ല് ചെയ്യാനാണ്. ഫംഗിസൈഡിൻ്റെ പ്രത്യേകത ഫംഗസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാർവിസൈഡ്സ് എന്തിനാ? ലാർവ ഓഫ് ഡിഫറെൻറ്റ് മോസ്കിറ്റോസ്, ഡെങ്കു ഫീവർ, മലേറിയ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ലാർവ ഉണ്ടല്ലോ മോസ്കിറ്റോയുടെ ഒക്കെ, അതിനെ കില്ല് ചെയ്യാനാണ്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന വിഭാഗമാണ് നമ്മുടെ പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത്. ഹോമിസൈഡ് എന്ന് പറയുന്നത് ഒരു പെസ്റ്റിസൈഡ് അല്ല, അത് വേറൊരു ടേം ആണ്. വെൻ എ പേഴ്സൺ കിൽസ് അനദർ പേഴ്സൺ, അത് ആ ഒരു സിറ്റുവേഷൻ, അവിടെയാണ് ഹോമിസൈഡ് എന്ന ടേമിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻസെക്ടിസൈഡ്, റോഡൻറ്റിസൈഡ്, ഹെർബിസൈഡ്, ബാക്ടീരിയസൈഡ്, ദെൻ ഫംഗിസൈഡ്, ലാർവിസൈഡ്, ഇത്രയും ചേർന്നതാണ് നമ്മുടെ പെസ്റ്റിസൈഡ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ പെസ്റ്റിസൈഡിൽ ഉൾപ്പെടില്ല. ഹോമിസൈഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മലയാളം ടേം പറഞ്ഞാൽ നരഹത്യ എന്ന് പറയില്ലേ നമ്മൾ, അതിനെയാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നരഹത്യ എന്നുള്ള ടേമിനെയാണ് നമ്മൾ ഹോമിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പെസ്റ്റിസൈഡുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് തിങ് ഷുഡ് ബി കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് വെൽ കോസിങ് ഇൻസെക്ടിസൈഡ്? ഓപ്ഷൻസ്: ചോയ്സ് ഓഫ് ഇൻസെക്ടിസൈഡ് ടൈപ്പ്, എഫിഷ്യൻസി ഓഫ് ഇൻസെക്ടിസൈഡ്സ്, ഡോസ് ഓഫ് ഇൻസെക്ടിസൈഡ്, കളർ ഓഫ് ഇൻസെക്ടിസൈഡ്. വിച്ച് ഓഫ് ദ ഗിവൺ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിലേതാണ് നമ്മളൊരു ഇൻസെക്ടിസൈഡിനെ സെലക്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്? ചോയ്സ് ഓഫ് ഇൻസെക്ടിസൈഡ് ടൈപ്പ്, എഫിഷ്യൻസി ഓഫ് ഇൻസെക്ടിസൈഡ്, ഡോസ് ആണോ കളറാണോ? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് എ, ബി, സി എന്ന് പറയുന്ന 3 എണ്ണമാണ്. എ, ബി, സി ഓൺലി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്നത്. കാരണം ഒരു ഇൻസെക്ടിസൈഡ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ ചോയ്സ് ഓഫ് ഇൻസെക്ടിസൈഡ് ടൈപ്പ് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്നുള്ളത് ആവശ്യമാണ്, ഡോസും ആവശ്യമാണ്. മനസ്സിലായോ? ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ കളറിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ആവശ്യമില്ല. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള, ഇപ്പോൾ പലതരത്തിലുണ്ടല്ലോ, എന്ത് ആവശ്യമാണോ അതിനനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അവിടെയാണ് ചോയ്സ് എന്ന് പറയുന്നത്. പിന്നെ എഫിഷ്യൻസി ആണ് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വർക്കിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ ഡോസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് എടുക്കണം, മിനിമം എമൗണ്ടിൽ നല്ല റിസൾട്ട് കിട്ടണം, അതാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഡോസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ, ബി ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ചോദിക്കാറുണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യുമെന്ന്. ഫുൾ സിലബസും കവർ ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് കൂടി ഉണ്ടാവണം. വ്യൂസ് വളരെ കുറവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മൾ മുഴുവൻ പോർഷൻസും കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക്